ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഞാൻ ഓൾറെഡി ലാഷസ് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. കാരണം എനിക്ക് എപ്പോഴും പുറത്ത് പോകുമ്പോൾ ഇതേപോലെ ഒരു ലാഷസ് വെക്കാൻ ഭയങ്കര പാടാണ്. ഈവൻ കുട്ടിയുള്ളതുകൊണ്ട് ഓൾറെഡി ഈ വച്ച ലാഷസ് തന്നെ കുട്ടി ഓൾറെഡി ഇളക്കുന്നുണ്ട്. എനിക്ക് പണ്ടൊക്കെ ഒരു 3 മാസമൊക്കെ ലാഷസ് നിൽക്കുമായിരുന്നു. ഇപ്പം 2-3 ഇതൊക്കെ ഇളക്കി ഇപ്പം എനിക്ക് തോന്നുന്നു 2 മാസം നിൽക്കുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പം ഏറ്റവും ബെസ്റ്റ് ലാഷസ് പാക്കിലെ ലാഷസ് ആണ് ഇത്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് നാട്ടിൽ വെച്ചിട്ട്. നല്ല ലാഷസ് ആണ്. ഇത് നൈക്കിന്ന് വാങ്ങിച്ചതാണ്. ഇപ്പം നൈക്കിൽ കുറേ ഓഫറുണ്ട്. ഇപ്പം നിങ്ങൾ വീട്ടിൽ തന്നെ മേക്കപ്പ് ചെയ്തിട്ട് പുറത്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലാഷസ് വേർത്താണ്. എന്തായാലും വാങ്ങിക്കണം കേട്ടോ ഈ ലാഷസ്. യൂറോ പാരീസിന്റെ ഗ്ലൂ ആണ്. അതേപോലെ തന്നെ ഞാൻ യൂറോ പാരീസിന്റെ ലാഷസും നോക്കിയിട്ടുണ്ട്. നല്ലതാണ് യൂറോ പാരീസിന്റെ ലാഷസും. ഇതാണ് കമ്പനി യൂറോ പാരീസ്, അത് നല്ലതാണ്. അപ്പം ഇതിൻ്റെ ഗ്ലൂ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം എങ്ങനെ നമുക്ക് ലാഷസ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ലാഷസ് എടുത്തിട്ട് ലാഷസ് ഇങ്ങനെ എടുക്കണം. അപ്പം ഇത് ഇന്നർ കോർണർ, ഔട്ടർ കോർണർ കാണിച്ചു തരാം. അപ്പം ഇങ്ങനെയാണ് ഇപ്പം ഞാൻ എൻ്റെ ഈ ഫേസിൽ വെക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പം ഇവിടെ ചെറിയ ലാഷസ്, ഇവിടെ വലിയ ലാഷസ്. അപ്പം ഇതിൽ നമ്മൾ ഈ എൻഡ് ഇവിടെ ആയിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് നല്ല സ്പ്രെഡ് ചെയ്തതിന് ശേഷം കയ്യിലൊന്നും ആക്കല, എന്നാൽ ഒറ്റപ്പിടിക്കും. അപ്ലൈ ചെയ്ത ശേഷം ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു നല്ലതുപോലെ ഊതുക. ഒരു 80% അത് നല്ലപോലെ ഡ്രൈ ആവണം. ഒരു 80% ഡ്രൈ ആയാൽ മതി. അല്ലെങ്കിൽ ഇതേപോലെ കൊണ്ടുപോയി ഒട്ടിക്കുമ്പം കണ്ണിൽ എല്ലായിടത്തും ആ ഗ്ലൂ ആവും. അതുകൊണ്ടാണ് ഒരു 80% ഡ്രൈ ആവണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ കണ്ണിലെ ലാഷസിൽ കൊണ്ടുപോയി ഒഴിക്കും. ആദ്യം നമ്മൾ മിഡിൽ വണ്ണ് ഒട്ടിക്കും, അത് കഴിഞ്ഞിട്ട് ഇന്നർ കോർണർ ഒട്ടിക്കും, പിന്നെ ഔട്ടർ കോർണർ. അങ്ങനെയാണ് ഒട്ടിക്കുന്നത്. ഈ ഇൻഫർമേഷനൊക്കെ എങ്ങനെ അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി ഞാൻ മേക്കപ്പ് ക്ലാസ്സിന് പോയിട്ടുണ്ട്. അപ്പോൾ അവരാണ് ഇതേപോലെ പറഞ്ഞത്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ലൈക്ക് മൈ വീഡിയോ. താങ്ക് യു.